ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. 69-ാം സങ്കീർത്തനം 20-21 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ലതാനും. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ ത്യാഗമരണത്തെ മുൻകൂട്ടി ദീർഘദർശിയും രാജാവുമായി ദാവീദ് കാണുകയാണ്. യേശുക്രിസ്തു ക്രൂശിലേറുന്നതിന് ഏതാണ്ട് 1000-ഓളം വർഷം മുൻപാണ് ഈ കാഴ്ച ദാവീദ് രാജാവ് കാണുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവന് സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല താനും. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രവചനം നിറവേറുന്നത്. എത്ര അത്ഭുതകരമായിട്ട് പ്രവാചകൻ അക്കാര്യം പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തെക്കുറിച്ച്. 22-ാം സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന വാക്യമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. കർത്താവ് ക്രൂശിൽ കിടന്ന് പറയുന്ന 4-ാമത്തെ തിരുവചനമാണ് ആ വാക്യം. അതും ദാവീദ് 1000-ഓളം വർഷം മുൻപ് കാണുകയും കേൾക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ജനിക്കുന്നതിന് 780 കൊല്ലം മുമ്പ് യെശയ്യാ പ്രവാചകൻ ഈ കാഴ്ച കണ്ടു. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. യെശയ്യാ 63:5. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു, ഞാൻ വിസ്മയിച്ചു നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു, ഞാൻ വിസ്മയിച്ച് നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. യേശുക്രിസ്തു ജനിക്കുന്നതിന് 500 വർഷം മുൻപ് സെഖര്യാ പ്രവാചകൻ കണ്ടു, ഇടയൻ വെട്ടേറ്റു, ആടുകൾ ചിതറിപ്പോയി എന്ന്. ദൈവത്തിന് സ്തോത്രം. സെഖര്യാ പ്രവാചകൻ മുൻകൂട്ടി കണ്ടു കർത്താവായ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നത് 30 വെള്ളിക്കാശിനാണ് എന്ന്. കർത്താവായ യേശുക്രിസ്തു ഹോസന്ന സ്തുതികളിന്മേൽ അധിരോഹണം ചെയ്ത് കഴുതുമേൽ വാഹനമേറി കർത്താവ് യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുന്ന കാഴ്ച സെഖര്യാ പ്രവാചകൻ 500 വർഷം മുൻപ് കണ്ടു. അതാണ് പറയുന്നത്: സിയോൻ പുത്രീ, ഭയപ്പെടേണ്ട, ഇതാ നിൻ്റെ രാജാവ് സൗമ്യനായി ചെറു കഴുതക്കുട്ടിമേൽ കയറി വരുന്നു എന്ന്. ഇതെല്ലാം മുൻകൂട്ടി പ്രവാചകൻ കാണുകയുണ്ടായി. പരിശുദ്ധാത്മാവ് എല്ലാം മുൻകൂട്ടി കാണിച്ചു തന്നു, മുൻകൂട്ടി പറഞ്ഞു തന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം അതൊരു വലിയ ചരിത്ര സത്യമാണ്, അതൊരത്ഭുത വിഷയവുമാണ്. യേശുക്രിസ്തു ജനിച്ചതുപോലെ ആരും ജനിച്ചിട്ടില്ല, യേശുക്രിസ്തു പ്രവർത്തിച്ചതുപോലെ ആരും പ്രവർത്തിച്ചിട്ടില്ല, യേശുക്രിസ്തു സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിമേൽ യേശുക്രിസ്തു കയറി. ആരെയും ഒരിക്കലും വിസ്തരിച്ചിട്ടില്ലാത്തതുപോലെ യേശുക്രിസ്തു വിസ്തരിക്കപ്പെട്ടു. ആരെയും ഒരിക്കലും ന്യായം വിധിച്ചിട്ടില്ലാത്തതുപോലെ യേശുക്രിസ്തു ന്യായം വിധിക്കപ്പെട്ടു. യേശുക്രിസ്തു ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു. ആരും ഒരിക്കലും ഉയർത്തെഴുന്നേറ്റില്ലാത്ത വിധത്തിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആരും ഒരിക്കലും നനച്ചിരിയാ സമയത്ത് യേശുക്രിസ്തു മടങ്ങി വരികയും ചെയ്യും. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് കർത്താവായ യേശുക്രിസ്തു, നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ തിരുക്കുമാരൻ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവാണ് സുവിശേഷം, ക്രിസ്തുവാണ് നമ്മുടെ ആശാ കേന്ദ്രം, ക്രിസ്തുവാണ് നമ്മുടെ വിശ്വാസ വിഷയം. ക്രിസ്തുവിനെയാണ് നാം പിൻപറ്റുന്നത്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നാം ഒരു കൂട്ടായ്മയല്ല പിൻപറ്റുന്നത്, നാം ഏതെങ്കിലും വ്യക്തികളെയോ സമൂഹത്തെയോ അല്ല പിൻപറ്റുന്നത്. ക്രിസ്തു എന്ന ഒരേ ഒരു രക്ഷകനെയാണ് നാം പിൻഗമിക്കുന്നത്. യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ, യേശുക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പറഞ്ഞത്: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ക്രിസ്തുവാണ് പ്രസംഗ വിഷയം, ക്രിസ്തുവാണ് ശ്രദ്ധാകേന്ദ്രം. ഒരത്ഭുത പുരുഷനായി കർത്താവ് ചരിത്രത്തിന് മുന്നിൽ തിളങ്ങുന്നു. ഒരത്ഭുത പുരുഷനായ കർത്താവ് ചരിത്ര നെറുകയിൽ പ്രശോഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനോഹരമാണ്. നാം ഇതെല്ലാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അനുഭവത്തിൽ നമുക്ക് ഇത് ലഭിക്കുമ്പോഴാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്, സന്തോഷം കൊണ്ട് നാം പുളകിതരായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ താങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. ആരും താങ്ങിയില്ല. കർത്താവിനെ ആ അത്യന്തം നിർണായകമായ സമയത്ത് സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. വിസ്മയിച്ച് നോക്കി ഞാൻ, പക്ഷേ ആരെയും കണ്ടില്ല. ഞാൻ പകച്ചു നോക്കി, ആരും എനിക്ക് തുണയായി വന്നില്ല. കർത്താവ് സങ്കടത്തോടെ പറയുകയാണ്. എന്നാൽ നാം തിരുവചനം വായിക്കുമ്പോൾ നേരെ കർത്താവിനെ താങ്ങിയില്ലെങ്കിലും ആന്തരികമായും പരോക്ഷമായും കർത്താവിനെ താങ്ങിയ ചിലരെ നമുക്ക് കാണാൻ സാധിക്കും. ആരെല്ലാമാണ് കർത്താവിനെ താങ്ങിയവർ? യേശുക്രിസ്തുവിനെ താങ്ങിയവർ ആരെല്ലാമാണ്? ഇന്നും അതാണ് ചിന്തിക്കാൻ പോകുന്നത്. യേശുക്രിസ്തുവിനെ താങ്ങിയവർ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ആ വേദനാ സമയങ്ങളിൽ കർത്താവിൻ്റെ വേദനയിലും യാതനയിലും പങ്കുചേർന്നവർ ആരെല്ലാമാണ്? ഒന്നാമതായി നാം കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 27-ാം വാക്യത്തിലുള്ള യെരൂശലേം പുത്രിമാരാണ്. ലൂക്കോസ് 23:27. ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിനെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവിനെന്നും പറഞ്ഞു തുടങ്ങും. പച്ച മരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയുവീൻ. അതിവേദനയോടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ കുരിശിൻ ചുമന്നുള്ള യാത്ര അത് ദുഃഖത്തോടെ അനുഗമിച്ചവരായിരുന്നു യെരൂശലേം പുത്രിമാർ. അതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. തിരുവചനത്തിൽ വായിക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 40-41 വാക്യങ്ങൾ. സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമയും ഉണ്ടായിരുന്നു. അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. കർത്താവായ യേശുക്രിസ്തു ഗലീലയിൽ ഇരിക്കുന്ന കാലത്ത് കർത്താവിനെ അനുഗമിച്ചവരും ശുശ്രൂഷിച്ചവരുമായിരുന്നു ആ സ്ത്രീകൾ. ദുഃഖിതരായ സ്ത്രീകൾ സിയോൻ കന്യകമാർ. സിയോൻ പുത്രിമാർ കർത്താവിനെ അനുഗമിച്ചു, കർത്താവിൻ്റെ വേദനയിൽ പങ്കുചേർന്നു. അധികം ആളുകളും കർത്താവിന് ചേർന്ന് നിൽക്കാൻ തയ്യാറായില്ല. കർത്താവിൻ്റെ വേദനയിൽ പങ്കുചേരാൻ ആരും തയ്യാറായില്ല. എന്നാൽ ആ പാവപ്പെട്ട സ്ത്രീകൾ അവർ ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് ആ കുരിശിനെ പിന്തുടർന്നു. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന് ശേഷം 15-ാം അധ്യായം 40-41 വാക്യങ്ങൾ നാം കണ്ടത് അതാണ്. ഈ സ്ത്രീകൾ യെരൂശലേം പുത്രിമാർ അവരെ കരഞ്ഞുകൊണ്ട് അനുഭവിച്ചു. ലൂക്കോസിൻ്റെ വിശേഷത്തിൽ നാം വായിക്കുന്നത് കർത്താവ് തിരിഞ്ഞെന്ന് പറയുകയാണ്. കുരിശിൻ പേറി പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് പിന്നാലെ വരുന്ന സ്ത്രീകളുടെ കർത്താവ് പറയുകയാണ്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയുവീൻ. അന്നെന്നപോലെ ഇന്നും വളരെ പ്രസക്തമായൊരു വാക്യമാണത്. നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയുവീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം കർത്താവിൻ്റെ ആ ക്രൂശ് മരണത്തെ അനുസ്മരിക്കുമ്പോൾ നാം വേദനയോടെ കരയുന്നു. യൂതന്മാരെ നിങ്ങൾ ഹാകഷ്ടമെന്ന് പറയുന്നു. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ആ വേദനയിൽ പങ്കുചേരുന്ന വേദന നിറഞ്ഞതായ വാക്യങ്ങളുമാണ് നാം കാണുന്നത്. എന്നാൽ നാം കരയേണ്ടത് ക്രിസ്തുവിനെ നോക്കിയല്ല, ക്രിസ്തു കഷ്ടത അനുഭവിക്കുന്നല്ലോ എന്ന് നോക്കിയല്ല നാം കരയേണ്ടത്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയുവീൻ. ഇന്ന് വാസ്തവത്തിൽ നമുക്ക് സമാധാനം വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങളെ ഓർത്ത് നാം കരയേണ്ടിയിരിക്കുന്നു. പാപങ്ങളെ ഓർത്ത് കരയണം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അനർത്ഥങ്ങളെ ഓർത്ത് നാം കരയണം. വന്നുപോയ പാകപ്പിഴകളെ ഓർത്ത് നാം കരയണം. നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ ഓർത്ത് നാം കരയണം. കർത്താവിനെ നാം വേദനിപ്പിച്ചതായ കാര്യങ്ങളോർത്ത് കരയണം. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയുവീൻ.
നമ്മുടെ വരുന്ന തലമുറ നാശത്തിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് അറിയണം. സുബോധമില്ലാത്തവരെ പോലെ ഇന്ന് നമ്മുടെ അടുത്ത തലമുറ ഇന്ന് പ്രാർത്ഥനയില്ലാത്തവരായി, ദൈവബോധമില്ലാത്തവരായി, ദൈവികമായ അടുപ്പമില്ലാത്തവരായി ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് അറിയണം. വരും തലമുറ ഇന്ന് ദൈവമില്ലാത്ത ഒരു തലമുറയായി പോകുന്നത് കൊണ്ട് നമുക്ക് അറിയണം. യെരൂശലേംപുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവീൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വായിച്ച ചില പുസ്തകങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. ചില കാര്യങ്ങൾ ഇന്ന് സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ചില വിഷപ്പാമ്പുകൾ. എന്താണത്? ഇന്ന് സമൂഹത്തെ വിഴുങ്ങിയിരിക്കുകയാണ് വിഷപ്പാമ്പുകൾ. സമൂഹത്തിന് വിഷമേറ്റിരിക്കുകയാണ്. നമ്മുടെ യുവതലമുറയ്ക്ക് വിഷമേറ്റിരിക്കുകയാണ്. സുബോധം നഷ്ടപ്പെട്ടവരെ പോലെ മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും അടിമകളായി തീർന്നിരിക്കുകയാണ്. ഇന്ന് ഓരോ വിദ്യാലയങ്ങളുടെയും അടുത്ത് മടക്കടകളിലെല്ലാം സുലഭമായി കിട്ടുന്നതാണ് കഞ്ചാവ്. സുലഭമായി കിട്ടുന്നു. അതുപോലെ പാൻപരാഗ്, അതുപോലെ ഹാൻസ് മുതലായ ചില വിഷവസ്തുക്കൾ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനെറ്റിന് സൗകര്യം വർദ്ധിച്ചതോടുകൂടി ചീത്ത പടങ്ങളുടെ പിന്നാലെ ചെറുപ്പക്കാർ പയക്കം പായുകയാണ്. ക്രിക്കറ്റിനോടുള്ളതായ പ്രേമവും ഫുട്ബോൾ കളിയോടുള്ള പ്രേമവും അതിൽ തന്നെ തെറ്റല്ല. പക്ഷേ കളി തെറ്റല്ല, സ്പോർട്സ് തെറ്റല്ല. പക്ഷേ ഇന്ന് സ്പോർട്സിൻ്റെയും ഗെയിംസിൻ്റെയും അടിമകളായി കുട്ടികൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നേടിയെടുക്കേണ്ടതായ അത്യുന്നതങ്ങളെ നേടാൻ സാധിക്കാതെ അനേകം യുവാക്കന്മാർ, ഭാവി മോഹനമായി ശോഭനമായ ഭാവി നേടാവുന്നതായ അനേകം ചെറുപ്പക്കാർ ഇന്ന് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വരും തലമുറയോർത്ത് നാം കരയണം. നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് നാം കരയണം. നമ്മുടെ കുടുംബത്തിലുള്ളതായ ദുരിതങ്ങളെ ഓർത്ത് നാം കരയണം. കുടുംബത്തിലുള്ളതായ അസ്വാരസ്യങ്ങളെ ഓർത്ത് നാം കരയണം. കുടുംബത്തിലുള്ളതായ സൗഹാർദ്ദ കുറവുകളെ ഓർത്ത് നാം കരയണം. കുടുംബത്തിലുള്ളതായ ഐക്യത കുറവുകളെ ഓർത്ത് കരയണം. യെരൂശലേംപുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയുവീൻ. യേശു ക്രിസ്തുവിന് പിന്നാലെ കരഞ്ഞുകൊണ്ട് ചെല്ലുന്നതായ ആ സ്ത്രീകൾ കർത്താവിനെ താങ്ങിയവരാണ്, കർത്താവിനെ സഹായിച്ചവരാണ്, കർത്താവിനോട് സഹതാപമുള്ളവരായിരുന്നു. തൂക്കുക എന്ന് ആർത്തട്ടഹസിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ യേശുവിനോട് സഹതാപത്തോടെ ചേർന്ന് നിൽക്കാൻ സാധിച്ചൊരു മഹാഭാഗ്യമാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു ന്യൂനപക്ഷം, തുലവും ന്യൂനപക്ഷം യേശു ക്രിസ്തുവിനെ കുരിശിനോട് ചേർന്ന് നിൽക്കുന്നു. കർത്താവിൻ്റെ കഷ്ടതയിൽ പങ്കാളികളായിത്തീരുന്നു. കർത്താവിൻ്റെ നാമത്തിൽ അവമാനം സഹിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് സഹിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ആക്ഷേപം സഹിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഒറ്റപ്പെടുന്നു. ഒരു ചെറിയ കൂട്ടം ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ ഭക്തരായി, യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസികളായി ഇന്ന് ചേർന്ന് നിൽക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ ചേർന്ന് നിൽക്കാൻ നാം തയ്യാറാകുമോ? യേശു ക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ പങ്കാളികളായിക്കൊണ്ട് കർത്താവിൻ്റെ മനസ്സോടെ, കർത്താവിൻ്റെ ഹൃദയത്തോടെ, കർത്താവിൻ്റെ ഭാവത്തോടെ, കർത്താവിൻ്റെ മനോഭാവത്തോടെ കർത്താവിനോട് ചേർന്ന് പോകാൻ നമുക്ക് തയ്യാറാകാൻ സാധിക്കുമോ? എങ്കിൽ നാം ഭാഗ്യശാലികളായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ തലമുറ ഇന്ന് നാം കാണുന്നത് കർത്താവിൻ്റെ കുരിശിനെ വെറുക്കുന്നവരാണ്. കഴിഞ്ഞൊരവസരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഓർക്കുമല്ലോ, ഇന്ന് അനേകർ ക്രിസ്തുവിൻ്റെ കുരിശിന് ശത്രുക്കളായി നടക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. പ്രശ്നം പറയുകയാണ്, ഇന്ന് അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ നാശം അടുത്തിരിക്കുന്നു. അവരുടെ ദൈവം വയറ് ലജ്ജയായവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമികളിൽ ചിന്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഖണ്ഡികയിൽ അത് നമുക്ക് വായിച്ച് കേൾക്കാം. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്നേ കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ശരിയായൊരു കാഴ്ചപ്പാടതാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ വരാനിരിക്കുന്ന സൗഭാഗ്യത്തെ മറന്നു പോകുന്നു. വരാനിരിക്കുന്ന ഈ ഒരു സൗഭാഗ്യം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം. ഈ ഭൂമിയിൽ നമുക്ക് ചിന്തിക്കാൻ നേരമില്ല. ഇതെല്ലാം വിട്ടുപോകും ഒരു ദിവസം. നാം എന്തെല്ലാം നേടിയെടുത്താലും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ വിജ്ഞാനവും നമ്മുടെ അഭിരുചികളും നമ്മുടെ സ്കിൽ, നമ്മുടെ കഴിവുകളും നമ്മുടെ നൈപുണ്യങ്ങളും എല്ലാം ഇവിടെ തീർന്നു പോകും. എല്ലാം തീരും. നമ്മുടെ കരവിരുതുകളെല്ലാം തീരും. നാം നേടിയെടുത്തതെല്ലാം ഇവിടെ തീരും. ഒന്നും നമ്മുടെ കൂടെ പോരുകയില്ല. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ പൗരത്വം പ്രാപിക്കാൻ സാധിക്കുക ഒരു ഭാഗ്യമാണ്.
നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. വലിയൊരു സൗഭാഗ്യം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് നമ്മെ കർത്താവിനോട് ചേർത്ത് നിർത്തുന്നത്. അല്ലാത്തവരോ ഭൂമിയുള്ളത് മാത്രം ചിന്തിക്കുന്നു. അവർ ഭൂമിയുള്ളത് ചിന്തിക്കുന്നു. അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നെന്നിപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളാണ്. നാം പ്രാർത്ഥിക്കും, കുരിശുമൊത്തും, നാം പ്രദർശനങ്ങളിൽ പങ്കെടുക്കും, നാം ആത്മീയമായ ശുശ്രൂഷയിൽ പങ്കെടുക്കും, ആരാധനകളിൽ പങ്കെടുക്കും, പ്രാർത്ഥനകൾ ചൊല്ലും. പ്രത്യേകിച്ച് നോമ്പൽ പ്രാർത്ഥനകളും കഷ്ടാനുഭവിച്ചിലെ പ്രാർത്ഥനകളും എല്ലാം നാം ഉരുവിടും. എല്ലാ കൗമാകളും നമുക്ക് ഒരുപക്ഷെ കാണാതറിയാം. നല്ലത്, ഇതെല്ലാം നല്ലത് തന്നെ. പക്ഷേ അതിലെല്ലാം തൃപ്തിപ്പെട്ട് ചൊവ്വുന്ന മനുഷ്യൻ ഭൂമിയുള്ളത് ചിന്തിക്കുകയാണ്. ഭൂമിയുള്ളതാണ് ചിന്തിക്കുന്നത്. ഇന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോസ്തലൻ പറയുന്നത്, അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന ഇപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. കാരണം എന്താണ്? അവരുടെ അവസാനം നാശം. അവിടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയുള്ളത് ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ കാര്യമോ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. പ്രിയപ്പെട്ടവരെ, പൗരത്വം സ്വർഗത്തിൽ ലഭിച്ചു എന്നുള്ള അനുഭവമുള്ള വിശ്വാസികളാണ് വാസ്തവത്തിൽ കർത്താവിൻ്റെ കുരിശിനെ താങ്ങുന്നവർ. നമുക്കും താങ്ങാം. ക്രിസ്തുവിൻ്റെ കുരിശിനെ നമുക്ക് താങ്ങാം. കർത്താവ് കുരിശും പേറി പോകുമ്പോൾ ആ കുരിശിനോട് ചേർന്ന് നമുക്ക് നടക്കാം. എങ്ങനെ? പൗരത്വം സ്വർഗത്തിൽ നേടിയെടുക്കുക. ദൈവത്തിന് സ്തോത്രം. യെരൂശലേം പുത്രന്മാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയുവീൻ. ഒന്നാമതായി കുരിശിനെ താങ്ങിയവർ ആ സ്ത്രീകളാണ്, സിയോൻ പുത്രിമാരാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം അവരറിഞ്ഞുകൊണ്ടല്ല, അവർ വലിയൊരു ശുഭകാര്യത്തിലാണ് ഒരു പങ്കാളികളായി തീർന്നത്. ഒരു ചിന്തകൻ പറയുകയുണ്ടായി, ദ ഗ്രേറ്റസ്റ്റ് ടീച്ചർ എക്സ്പ്ലെയിനിങ് ദ ഗ്രേറ്റസ്റ്റ് തീം ഫ്രം ദ ഗ്രേറ്റസ്റ്റ് ബുക്ക് ആൻഡ് ബ്രിങ്ങിങ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ടു ദ മാൻ കൈൻഡ്. കുരിശിലെ മരണം എന്ന് പറയുന്നതാണ്. കുരിശിലെ ത്യാഗമരണം എന്ന് പറയുന്നതാണ്. ദ ഗ്രേറ്റസ്റ്റ് ടീച്ചർ, ഏറ്റവും മഹാനായ അധ്യാപകൻ, ഏറ്റവും മഹാനായ ഗുരുനാഥൻ. എക്സ്പ്ലെയിനിങ് ദ ഗ്രേറ്റസ്റ്റ് തീം, ഏറ്റവും മഹത്തായ തത്വചിന്ത, ഏറ്റവും മഹത്തായ ആശയം വിശദീകരിച്ചുകൊണ്ട്. ഫ്രം ദ ഗ്രേറ്റസ്റ്റ് ബുക്ക്, ഏറ്റവും മഹത്തായ പുസ്തകത്തിൽ നിന്ന് ഏറ്റവും മഹത്തായ ആശയം പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും മഹാനായ അധ്യാപകൻ. ആൻഡ് ബ്രിങ്ങിങ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ടു മാൻ കൈൻഡ്, മാനവജാതിക്ക് ഏറ്റവും മഹത്തായ അനുഗ്രഹം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് കുരിശ്. ദൈവത്തിന് സ്തോത്രം. കുരിശിലെ ആ ത്യാഗം എന്ന് പറയുന്നതാണ്. ഞാൻ ഒരു പുസ്തകം വായിച്ച് ഓർക്കുന്നു, അങ്കിൾ ടോംസ് ക്യാബിൻ. അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ്. കാരണം ആ പുസ്തകമാണ് ഒരു ദേശത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതിയത്. അമേരിക്കയുടെ ചരിത്രം മാറ്റി എഴുതിയൊരു പുസ്തകമാണ് അങ്കിൾ ടോംസ് ക്യാബിൻ. മിസസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ എന്ന് പറയുന്ന ഒരു മഹതിയാണ് പുസ്തകം എഴുതിയത്. വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അങ്കിൾ ടോം എന്ന് പറയുന്ന ഒരു അടിമയുടെ കഥയാണ് പറയുന്നത്. അങ്കിൾ ടോമിന് ഒരു മരം കൊണ്ടുണ്ടാക്കിയൊരു വീടുണ്ട്. മരം കൊണ്ടുണ്ടാക്കിയൊരു വീട്. ആ വീടിലാണ്, ആ കൊച്ചു കുടിലാണ് അങ്കിൾ ടോം താമസിക്കുന്നത്. തൊമ്മിയമ്മാവൻ എന്ന് വേണമെങ്കിൽ പറയാം. തൊമ്മിയമ്മാവൻ. അങ്കിൾ ടോം താമസിക്കുന്നത് ആ മരക്കുടിലാണ്. അങ്കിൾ ടോം ഒരടിമയാണ്. യജമാനൻ്റെ മർദ്ദനമേറ്റ് പൊളയുന്നൊരടിമ, യാതനയേറ്റ് വലയുന്നൊരടിമ, കഷ്ടതയിൽ വലയുന്ന ആ അടിമ, ആ ജീവിതത്തിൽ യാതനയേറ്റ് എരിവരിക്കൊള്ളുന്ന അടിമയാണ് അങ്കിൾ ടോം. അന്നത്തെ അടിമകളുടെ ചിത്രമാണ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ വരച്ചിരിക്കുന്നത്. അടിമ വ്യവസായം നിലനിന്നിരുന്നൊരു കാലം. അടിമ വ്യവസായം നിലനിന്നിരുന്ന ആ കാലത്ത് അന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അടിമകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. നാം ഇന്ന് കോഴിയെ കൊല്ലുന്നത് പോലെ വേണമെങ്കിൽ മനുഷ്യനെ കൊല്ലാം, അല്ലെങ്കിൽ നാം ഇന്ന് നമ്മുടെ കന്നുകാലികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് പോലെ നമുക്ക് അടിമകളെ കൊണ്ട് ജോലി ചെയ്യിക്കാം, എന്ത് ചെയ്യിക്കാം. അടിമയ്ക്ക് ആഹാരം കൊടുത്തില്ലയോ ആർക്കും നോട്ടമില്ല. അതൊന്നും ചിന്താവിഷയം പോലുമല്ല. കഠിനമായി യാതനയേറ്റ്, കഠോരമായ പീഡയേറ്റ് അടിമപ്പണി ചെയ്ത് വലയുന്നതായ അടിമകൾ. അങ്കിൾ ടോം അതിലൊരാളായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അങ്കിൾ ടോം അവിടെ നിന്ന് വേറൊരാൾ വാങ്ങിക്കൊണ്ടുപോയി. ഷെർബി എന്ന് പറയുന്ന ആ അങ്കിൾ ടോമിൻ്റെ ഉടമസ്ഥൻ നിവൃത്തികേട് കൊണ്ടാണ് അങ്കിൾ ടോമിനെ വിറ്റ് കളഞ്ഞത്. നിവൃത്തികേട് കൊണ്ട് ജീവിതത്തിൽ അങ്കിൾ ടോമിനെ വളർത്താൻ, അങ്കിൾ ടോമിനെ പോറ്റാൻ നിർവാഹമില്ലാതെ വന്നു. ജീവിതത്തിലെ കഷ്ടപ്പാട് കൊണ്ട് ഈ അടിമയെ വിറ്റു.
നാം ഒരു കാളയെ വിൽക്കുന്നത് പോലെയോ പശുവിനെ വിൽക്കുന്നത് പോലെയോ ആടിനെ വിൽക്കുന്നത് പോലെയൊക്കെ അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കാലം. പ്രിയപ്പെട്ടവരെ, ഈ ഷെർബി തൻ്റെ അടിമയായ അങ്കിൾ ടോമിനെ വിറ്റു. അങ്കിൾ ടോമിനെ ഒരു ഭാഗത്തേക്ക് അതിൻ്റെ ഉടമസ്ഥൻ കൊണ്ടുപോയി. എന്തു വലിയ പീഡയാണ് സഹിച്ചത്! അസഹ്യമായ യാതനകൾ, താങ്ങാൻ വയ്യാത്ത ദുരിതങ്ങളെല്ലാം അങ്കിൾ ടോം സഹിച്ചു, വിഷമിച്ചു. അങ്ങനെ ഇരിക്കെ ഈ ഷെർബിയുടെ മകൻ ജോർജ് ഷെർബി, ചെറുപ്പക്കാരൻ, അവൻ ഈ അങ്കിൾ ടോമിൻ്റെ കഥ അപ്പൻ പറഞ്ഞ് കേട്ടു. അവൻ അങ്കിൾ ടോമിനെ അന്വേഷിച്ചിറങ്ങി രക്ഷിക്കാനായിട്ട്, വീണ്ടും വിലയ്ക്ക് വാങ്ങി രക്ഷിക്കാനായിട്ട്. ഈ മകൻ ജോർജ് ഷെർബി പോയി അന്വേഷിച്ച് അവസാനം ഒരു ഭാഗത്ത് ചെന്നപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അങ്കിൾ ടോമിനെ കെട്ടിയിട്ടിരിക്കുന്നു. മരത്തിൻ്റെ ചുവട്ടിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. വൃദ്ധനായി, വയസ്സനായി, എണീക്കാനൊന്നും കെൽപ്പില്ലാതായി, പക്ഷേ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഉടമസ്ഥൻ ഈ അടിമയെ കൊണ്ട് ഇനി വലിയ വില ചെയ്യിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് ആഹാരം പോലും കൊടുക്കാതെ കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്കിൾ ടോം അവിടെ വലഞ്ഞ് കിടക്കുകയാണ്. ജോർജ് ഷെർബി ചെന്നു, കണ്ടു, വിടുവിക്കാൻ, വില കൊടുക്കാൻ തയ്യാറായി. അപ്പോഴേക്കും അങ്കിൾ ടോം മരിച്ചു കഴിഞ്ഞിരുന്നു. അങ്കിൾ ടോം ഊർധ്വശ്വാസം വലിച്ചു കഴിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ആ പ്രദേശത്തെ അടിമകളുടെ മനസ്സിൽ വലിയൊരു ഉണർവുണ്ടാക്കി. ഒരടിമ യാതനയേറ്റ് പിടഞ്ഞ് മരിക്കുന്നു. ഈ ഷെർബി അവിടെയുള്ള ആളുകളെയെല്ലാം ഉണർത്തുകയും അവരോട് അടിമ വ്യവസായത്തിൻ്റെ ശപിക്കപ്പെട്ട പാരമ്പര്യം തുടച്ചു നീക്കണമെന്ന് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. ഷെർബി ഓടിക്കടന്ന് പറഞ്ഞു, ഈ അടിമത്തം തുലയ്ക്കണം, ഈ അടിമത്തം മാറ്റണം, നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഏറ്റവും ഹീനമായ സമ്പ്രദായം കളയണം എന്ന്, മനുഷ്യരെ അടിമകളാക്കുന്ന സമ്പ്രദായം കളയണമെന്ന് ഈ മിസ്റ്റർ ജോർജ് ഷെർബി നടന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രദേശത്തുള്ള അടിമകൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ പ്രദേശത്ത് മാത്രം. ആ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അടിമകൾ അവരെല്ലാവരും ഈ മരത്തിൻ്റെ ചുവട്ടിലേക്ക് വന്നു. ഈ അങ്കിൾ ടോം മരിച്ചതായ മരത്തിൻ്റെ ചുവട്ടിൽ, കെട്ടപ്പെട്ട് കിടന്ന മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് അവർ ദീർഘശ്വാസത്തോടെ നോക്കി നിന്നു. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി. സംഭവിച്ചതെന്താണെന്നറിയാമോ? ആ സംഭവം കഴിഞ്ഞതിന് ശേഷം അമേരിക്കയിൽ വലിയൊരു കോളിളക്കമുണ്ടായി. അമേരിക്കൻ സിവിൽ വാർ എന്ന് പറയുന്ന, അമേരിക്കൻ ആഭ്യന്തര യുദ്ധം എന്ന് പറയുന്ന ആ യുദ്ധം നടക്കുന്നത് തന്നെ വാസ്തവത്തിൽ ഈ അങ്കിൾ ടോമിൻ്റെ ചരിത്രകഥ കേട്ടതിന് ശേഷമാണ്. അങ്ങനെ മിസ്സസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ എഴുതിയ അങ്കിൾ ടോംസ് ക്യാബിൻ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ അടിമകളെല്ലാവരും ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് നോക്കി നിന്നു. ഇന്നും നമുക്ക് നോക്കി നിൽക്കാം. നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ വേണ്ടി ക്രൂശിൽ മരിച്ചവനായ ക്രിസ്തുവിൻ്റെ ആ കുരിശിലേക്ക് നോക്കി നിൽക്കാം. നമുക്ക് വിടുതൽ തരുവാൻ വേണ്ടി, സാത്താൻ്റെ ബന്ധനത്തിൽ നമ്മെ മോചിപ്പിക്കുവാൻ വേണ്ടി, നമ്മിലുള്ളതായ ദുരാത്മാക്കളെ മാറ്റുവാൻ വേണ്ടി, നമ്മിലുള്ളതായ ദുഷ്ടപ്രവണതകൾ നീക്കുവാൻ വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷകൻ്റെ കുരിശിലേക്ക് നാം നോക്കിയാൽ നമുക്ക് സമാധാനം കിട്ടും. നമുക്ക് മാത്രമല്ല, അടിമത്തത്തിലാണ്ടുപോയ അനേകർക്ക് അടിമത്തം മാറുവാൻ കാരണമായി തീരും. അന്ന് ഏതാനും അടിമകൾ സ്വതന്ത്രരായി തീർന്നപ്പോൾ അവർ ആ മരച്ചുവട്ടിലേക്ക് വന്ന് ആ മരത്തേക്ക്, അങ്കിൾ ടോമിൻ്റെ മരത്തിലേക്ക് നോക്കിക്കൊണ്ട് നിന്നതുപോലെ നമുക്ക് നോക്കി നിൽക്കാം കർത്താവായ യേശു ജയമുള്ള സിലുവായിലേക്ക്. ദൈവത്തിന് സ്തോത്രം. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ നോക്കുക കർത്താവായ യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കി നിൽക്കുക. നമുക്ക് ആശ്വാസം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ആ വേദന നിറഞ്ഞ കുരിശിലേക്ക് നോക്കി നിൽക്കുക, നമുക്ക് സമാധാനം ലഭിക്കും. ഭാരമേറിയ കുരിശും പേറിപ്പോകുന്ന കർത്താവിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കുക, നമുക്ക് ആശ്വാസം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ആ യെരൂശലേമുമാർ യേശു ക്രിസ്തുവിൻ്റെ കുരിശ് വന്നുകൊണ്ട് പോകുന്ന ആ വേദനാഭരിതമായ സന്ദർഭത്തിൽ കർത്താവിലേക്ക് നോക്കി, കുരിശും പേറി പോകുന്ന ക്രിസ്തുവിലേക്ക് നോക്കി അവരുടെ ഹൃദയത്തിന് ആശ്വാസം ലഭിച്ചു. അതാണ് ആശ്വാസം. ഇന്ന് നിങ്ങൾക്ക് കുരിശിലേക്ക് നോക്കാം, കുരിശിലെ ത്യാഗത്തിലേക്ക് നോക്കാം. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിങ്ങൾക്ക് ആശ്രയിക്കാം. ആ സ്ലീവായെ നിങ്ങൾക്ക് ചുംബിക്കാം, സ്ലീവായെ നിങ്ങൾക്ക് മൊത്താം. നിങ്ങൾ മൊത്തുന്നത് കേവലം മരക്കഷ്ണത്തെയല്ല, കർത്താവായ യേശുവിൻ്റെ ജയമുള്ള സ്ലീവായെയാണ്. ആ സ്ലീവായിൽ ആശ്രയിക്കുമ്പോൾ പാപത്തിന് മേൽ ജയമുണ്ട്. ആ സ്ലീവായിൽ ആശ്രയിക്കുമ്പോൾ എല്ലാ രോഗങ്ങളും മാറിപ്പോകും. ആ സ്ലീവായിൽ ആശ്രയിക്കുമ്പോൾ എല്ലാ ദുശ്ശീലങ്ങളും മാറിപ്പോകും. ആ സ്ലീവായിൽ ആശ്രയിക്കുമ്പോൾ കോപാക്രാന്തമായ പെരുമാറ്റം മാറിപ്പോകും. ആ സ്ലീവായിൽ ആശ്രയിക്കുമ്പോൾ ഹൃദയത്തിൽ വലിയ ശാന്തി ലഭിക്കും, സമാധാനം ലഭിക്കും. ആ സ്ലീവായിൽ ആശ്രയിക്കുമ്പോൾ കുടുംബത്തിൽ ഐക്യം ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും. ആ സ്ലീവായിൽ ആശ്രയിക്കുമ്പോൾ നിഗളം മാറും, താഴ്മ കൈവരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, അഭിമാനിക്കാനൊന്നുമില്ല എന്നുള്ള മഹാസത്യം നമുക്ക് അനുഭവമായി തീരും.
സ്നേഹിതരെ, നിങ്ങൾ ഇപ്പോൾ ആ സ്ലീബായെ കാണുമോ? ഇപ്പോൾ നിങ്ങൾ കുരിശിലേക്ക് നോക്കുമോ? കുരിശിലെ രക്ഷയിലേക്ക് നോക്കുമോ? കുരിശിലെ ത്യാഗത്തിലേക്ക് നോക്കുമോ? കുരിശിലെ സ്നേഹത്തിലേക്ക് നോക്കുമോ? കുരിശിലെ ആ ജ്വലിക്കുന്ന സ്നേഹത്തിലേക്ക് നിങ്ങൾ നോക്കി ഇന്ന് ആശ്വാസം പ്രാപിക്കുമോ? നമുക്ക് നോക്കാം, ക്രൂസിലേക്ക് നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കുരിശിലേക്ക് നോക്കുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കുരിശിലെ ത്യാഗവും സ്നേഹവും കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ.